അസ്സലാമു അലൈക്കും. മൈത്രേയൻ സാറേ, താങ്കൾ എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ ഒരു നന്മയുമില്ല എന്ന്, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, ആളുകൾക്ക് നന്മ പറയുന്ന ഒന്നും ഖുർആനിലില്ല എന്നാണോ പറഞ്ഞത്? ഒരു വരി പോലും അതിലില്ല എന്നല്ല താങ്കൾ പറഞ്ഞാൽ. എന്നാൽ ഉണ്ട് സാറേ, താങ്കൾ ഖുർആൻ പരിശോധിച്ചാൽ ഒരു വരിയല്ല, 1000 നന്മകളുടെ വസന്തങ്ങളെ ഖുർആനിൽ നിന്ന് താങ്കൾക്ക് വായിക്കാൻ സാധിക്കും. താങ്കൾ പറഞ്ഞല്ലോ, അയൽവക്കക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ ബൈബിളിൻ്റെ വർത്താനം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച് യേശു അതുപോലെയുള്ള വല്ല നന്മയും ഖുർആനിലുണ്ടോ എന്ന്. സാറേ, ആ വിഷയത്തിലും ഖുർആനിലുണ്ട്. അതിനേക്കാൾ ഗൗരവത്തോടെയാണ് ഖുർആൻ. വെറുതെ സ്നേഹിക്കണമെന്നല്ല, മറിച്ചതിൻ്റെ വലിയ ഉത്തരവാദിത്ത ബോധമാണ് അയൽവക്കക്കാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. സാറേ, പരിശുദ്ധ ഖുർആൻ താങ്കളൊന്ന് വായിച്ചു നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ താങ്കളത് വായിച്ചിട്ടില്ല, അതല്ലെങ്കിൽ താങ്കളുടെ അജ്ഞതയോ, അതല്ലെങ്കിൽ താങ്കളുടെ മുസ്ലിം വിരോധമോ എന്തോ ആകാം. എന്തായാലും ഈ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാഇൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയാമോ? വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى وجار الجنب. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയവുമായി ചേർത്തുകൊണ്ടാണ് സാർ പറയുന്നത്. സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതുമായി ചേർത്തുകൊണ്ടാണ് സാർ പറയുന്നത്. അയൽവക്കക്കാരോടുള്ള ഉത്തരവാദിത്തെക്കുറിച്ച് അവർക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന്. ഈ ആയത്ത് എന്താ പറയുന്നത് അറിയാമോ? അഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മകൾ ചെയ്തു കൊടുക്കണം. വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ, നിങ്ങളുടെ അടുത്ത രക്തബന്ധമുള്ളവർക്കും അതുപോലെ തന്നെ അനാഥകളായ ആളുകൾക്കും അഗതികളായ ആളുകൾക്കും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. എന്നിട്ടല്ല പറയാണ് വജാരിദിൽ ഖുർബ വജാരിൽ ജുനുബ്, നിങ്ങൾക്ക് അടുത്ത ബന്ധമുള്ള അയൽക്കാരും അതുപോലെ തന്നെ അന്യരായ, നിങ്ങളുമായൊരു യാതൊരു രക്തബന്ധമോ മതബന്ധമോ മറ്റൊന്നും ബന്ധമില്ലാത്ത നിങ്ങളുടെ അന്യരായ അയൽക്കാരുണ്ടല്ലോ, അവർക്കും നിങ്ങൾ നന്മകൾ ചെയ്തു കൊടുക്കണമെന്നാണ് സാർ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. സ്വന്തം മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന അതേ നന്മകൾ, അതേ ഗൗരവത്തിലാണ് അയൽവക്കക്കാരനും നന്മകൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. സാർ, ഞങ്ങൾക്ക് ഈ ഖുർആൻ ഓതിത്തന്ന ഞങ്ങളുടെ പ്രവാചകനുണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹവും ഞങ്ങളെ പഠിപ്പിച്ച അതാണ് സാർ. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ. സാറിന് അന്ത്യദിനത്തിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. പക്ഷെ ഒരു വിശ്വാസി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മളെ വിചാരണ ചെയ്യും, നാളെ പരലോകത്ത് നന്മ തിന്മകളെ ചോദ്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നുവെങ്കിൽ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, തൻ്റെ അയൽക്കാർക്ക് നന്മ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു സാർ. അതുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം താമസിക്കുന്ന ഏതു മതത്തിൽപ്പെട്ട ആളുകളും ആ അയൽക്കാർക്ക് വേണ്ടി ഞങ്ങൾ നന്മകൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സാർ ഞങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും അന്യ ജില്ലകളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഇവിടെ നിന്ന് പോകാൻ മടിക്കുന്നത് സാർ. ആ അയൽവക്ക ബന്ധത്തിൻ്റെ ഊഷ്മളമായ ആസ്വാദനം ഒരുപാട് ആസ്വദിച്ചവരാണ് സാർ ഞങ്ങളോടൊപ്പം താമസിക്കുന്നവർ. സാറിനത് എന്തെങ്കിലും തിരിച്ചറിയും.